ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാട്ടിലൂടെ ഭയന്ന് വിറച്ചോടിക്കൊണ്ടിരിക്കുന്ന എമ്മ എന്ന യുവതിയെയാണ് കാണിക്കുന്നത്. രക്ഷപ്പെട്ടോടിയിരുന്നവൾ റോഡിന് സമീപത്തേക്കായി എത്തിയിരുന്നെങ്കിലും പുറകെ ഉണ്ടായിരുന്ന സൈക്കോ ഒരുക്കിയിരുന്ന കെണിയിൽ അവൾ കുടുങ്ങിപ്പോവുകയാണ്. ആ കെണിയിൽപ്പെട്ട് തൂങ്ങിയാടുന്ന സമയത്ത് അവൾ എൻ്റെ പേര് എമ്മ എന്നാണെന്നും ഞാൻ ജീവനോടെ ഉണ്ടെന്നും അവിടെ ഉണ്ടായിരുന്നൊരു മരത്തിൽ എഴുതി വച്ചിരുന്നു. പിന്നീട് കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിപ്പോകുന്ന ബെറ്റിയെയും അവളുടെ കാമുകനെയുമാണ്. അവൾ തൻ്റെ കാമുകനെ ജോൺ എന്നാണ് വിളിച്ചിരുന്നതെങ്കിലും അവൻ്റെ യഥാർത്ഥ പേര് അതായിരുന്നില്ല. താമസം മാറാൻ ബെറ്റിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ജോണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൾ അതിന് സമ്മതിച്ചിരുന്നത്. പോകുന്ന വഴിയിലവർ അവിടെ ഉണ്ടായിരുന്നൊരു മോട്ടലിൽ റൂമെടുത്ത് തങ്ങി. ഈ ഒരു സമയത്ത് സൈക്കോ പിടികൂടിയ എമ്മയെക്കുറിച്ചുള്ള വാർത്ത ഇരുവരും TV-യിൽ കണ്ടിരുന്നു. ശേഷം ജോണിൻ്റെ ആഗ്രഹപ്രകാരം ഇരുവരും ആ ഹോട്ടലിൽ വെച്ച് ബന്ധപ്പെട്ടു. ഈ ഒരു സമയത്ത് ബെറ്റിയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവേറ്റ പാടിലേക്ക് നോക്കി ജോൺ അവളോട് ക്ഷമാപണം നടത്തുന്നുണ്ടായിരുന്നു. ബെറ്റിയെ കൂടാതെ ജോണിന് മറ്റൊരു കാമുകി കൂടി ഉണ്ടായിരുന്നു. ഞാൻ അവളെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ഒരു സമയത്ത് ജോൺ ബെറ്റിയോട് പറഞ്ഞു. ശേഷം കാണിക്കുന്നത് ചെറിയൊരു ടൂറിന് ശേഷം തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു ഫാമിലിയെയാണ്. തിരികെ എത്തിയപ്പോഴാണ് തങ്ങളുടെ വീട് കൊള്ളയടിക്കാൻ ശ്രമിച്ചിരുന്ന ഹോഗിൻ്റെ നേതൃത്വത്തിലുള്ള കവർച്ചാ സംഘത്തെ അവർ കാണുന്നത്. ഈ കാഴ്ച കണ്ട ഗൃഹനാഥൻ പോലീസിനെ വിളിക്കാനായി ശ്രമിച്ചു. അപകടം മനസ്സിലാക്കി ഹോഗ് അവരോട് സംസാരിക്കാനായി മുന്നോട്ടേക്ക് നീങ്ങി. എന്നാൽ പൊടുന്നനെ കൂട്ടത്തിലുണ്ടായിരുന്ന ക്രൂരനായ ഫിൻ ആ കുടുംബത്തിലുള്ള ഏവരെയും അതിമൃഗീയമായി വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. ഇത് കണ്ട് നീ എന്ത് മണ്ടത്തരമാണ് ചെയ്തത് എന്നും ചോദിച്ചുകൊണ്ട് ഹോഗ് ഫിന്നിനോട് ദേഷ്യപ്പെട്ടു. ഈ ഒരു കാഴ്ച സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെയും ഞെട്ടിച്ചിരുന്നു. ഹോഗിൻ്റെ കാമുകിയായ താമരയും അനിയനായ ഏതനും മകളായ ആംബറിൻ്റെ കാമുകനായ ഡെന്നിയുമായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ. ഈ സംഭവത്തോടെ ദൗത്യം ഉപേക്ഷിച്ച് ഹോഗും സംഘവും അവിടെ നിന്നും മടങ്ങി. ഇതേ സമയമാവട്ടെ ബെറ്റിയും ജോണും മോട്ടലിൽ നിന്നും തങ്ങളുടെ യാത്ര തുടരുകയായിരുന്നു. പിന്നീട് ഇരുവരും ഭക്ഷണം കഴിക്കാനായി അവിടെ ഉണ്ടായിരുന്നൊരു ഹോട്ടലിലേക്ക് കയറുകയാണ്. എന്നാൽ ഇരുവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നിരാശരായി ഹോഗും സംഘവും എത്തുന്നത്. ബെറ്റിയെ കണ്ടതോടെ ഫിൻ അവരുടെ പക്കലേക്ക് ചെല്ലുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്തു. എങ്കിലും ബെറ്റിയുടെ നിർദ്ദേശത്തിന് വഴങ്ങി ജോൺ സംയമനം പാലിച്ചു. അല്പസമയത്തിനു ശേഷം ഹോഗ് അങ്ങോട്ടേക്കെത്തി ഇരുവരോടും സോറി പറഞ്ഞുകൊണ്ട് ഫിന്നിനെയും കൂട്ടിപ്പോയി. ആ രാത്രിയിൽ ബെറ്റിയും ജോണും തങ്ങളുടെ യാത്ര പുനരാരംഭിച്ചു. എന്നാൽ പൊടുന്നനെ ഫിൻ അവരുടെ കാറ് ആക്രമിച്ചു. അതോടെ നിയന്ത്രണം വിട്ട് ജോണിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. അങ്ങനെ ഫിൻ ഇരുവരെയും അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ ഒരു കാര്യത്തോട് ഹോഗന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവരുടെ കയ്യിൽ നിന്നും പണം തട്ടാനായിരുന്നു ഫിന്നിൻ്റെ പദ്ധതി. പിന്നീട് ബോധം വരുമ്പോൾ ഫിന്നും ബെറ്റിയും കൈകൾ ബന്ധിച്ച നിലയിൽ തടങ്കലിലായിരുന്നു. അവിടെ കാവൽ നിന്നിരുന്ന ഹോഗിൻ്റെ അനിയനായ ഏതൻ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബെറ്റിയുടെ കഴുത്തിൽ കത്തിവെച്ചു. എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ലെന്നും നമുക്ക് അടുത്ത ജന്മത്തിൽ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ബെറ്റി ആ കത്തിയിൽ ശക്തമായി തൻ്റെ കഴുത്തുരച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ഇത് കണ്ട് കോപാകുലനായ ജോൺ വിലങ്ങിൽ നിന്നും തൻ്റെ കയ്യെ അഴിച്ചെടുത്തു. ശേഷം ജോൺ ആ വിലങ്ങുപയോഗിച്ച് കാവൽ നിന്നിരുന്ന ഏതനെ ക്രൂരമായി ആക്രമിച്ചുകൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. അതേ നേരം ജോണിൻ്റെ വാഹനം പരിശോധിച്ചിരുന്ന ഫിൻ അതിനുള്ളിൽ ബന്ദിയാക്കപ്പെട്ട നിലയിൽ എമയെ കണ്ടെത്തുകയാണ്. ഉടൻ തന്നെ അവർ എമയെ തങ്ങളുടെ താവളത്തിലേക്ക് മാറ്റി. ശേഷം അവർ ജോണിനെ പറ്റി അവളോട് ചോദിച്ചു. ഇത് കേട്ട് ജോണിൻ്റെ യഥാർത്ഥ പേര് പോലും ആർക്കും അറിയില്ലെന്നും നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നുമായിരുന്നു എമയുടെ മറുപടി. മാത്രവുമല്ല ജോണിന് കാവൽ നിൽക്കുന്നയാളെ ഇതിനോടകം തന്നെ അവൻ കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുമെന്നും എമ അവരെ അറിയിച്ചു. ഇത് കേട്ട് താമരയും ആംബറിൻ്റെ കാമുകനായിരുന്ന ഡെന്നിയും ജോണിൻ്റെ പക്കലേക്ക് പോവുകയാണ്. അവിടേക്ക് എത്തിയപ്പോഴാണ് ഏതൻ്റെ വാഹനം ആരോ പഞ്ചറാക്കിയിട്ടിരിക്കുന്ന കാഴ്ച അവർ കാണുന്നത്. ഏതന്
അവരുമായി കോണ്ടാക്ട് ചെയ്യാനുള്ള റേഡിയോ സിസ്റ്റവും തകർക്കപ്പെട്ട നിലയിലായിരുന്നു. ഉടനെ ഡെന്നി അവിടെ തളം കെട്ടിക്കിടന്നിരുന്ന ഏതൻ്റെ രക്തത്തിൽ ചവിട്ടി വഴുക്കി വീണു. ഈ ഒരു സമയത്താണ് അവർ അതിമൃഗീയമായി കൊല്ലപ്പെട്ടിരുന്ന ഏതൻ്റെ മൃതശരീരം ഭീതിയോടെ കാണുന്നത്. പിന്നീട് അവർ കഴുത്തു ഛേദിക്കപ്പെട്ട നിലയിൽ മരിച്ചു കിടന്നിരുന്ന ബെറ്റിയുടെ ശവവും കാണാനിടയായി. പിന്നീടവർ ഏതൻ്റെ മൃതശരീരവുമായി തിരികെ ഹോഗിൻ്റെ പക്കലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് ഹോഗിൻ്റെ മകളായ ആംബർ എമ്മയ്ക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങളും മറ്റും നൽകിയിരുന്നു. വസ്ത്രം മാറുന്ന സമയത്ത് ആംബർ ജോൺ പരിക്കേൽപ്പിച്ചിരുന്ന എമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ കണ്ടിരുന്നു. അന്ന് ടി വിയിൽ മിസ്സിംഗ് ആയ എമ്മയെക്കുറിച്ചുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. കൂട്ടുകാർക്കൊപ്പം അവൾ ഒരു പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സീരിയൽ കില്ലർ അങ്ങോട്ടേക്കെത്തി എമ്മയൊഴുകി ബാക്കിയായവരെയും അതിമൃഗീയമായി കൊലപ്പെടുത്തിയെന്നായിരുന്നു ആ വാർത്ത. അന്ന് ജോണിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് എമ്മ മരത്തിൽ എഴുതി വെച്ചിരുന്ന ആ ഒരു വാക്കുകളും വാർത്തയിൽ കാണിച്ചിരുന്നു. എമ്മയെ കണ്ടെത്തുന്നവർക്ക് ധനികരായ എമ്മയുടെ കുടുംബം $2 മില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു വാർത്തയിലൂടെ ഹോഗും സംഘവും മനസ്സിലാക്കി. ജോണിന് തന്നോട് പ്രണയമുണ്ടെന്നും അതിനാലാണ് അവൻ തന്നെ കൊല്ലാതെ വിട്ടതെന്നും എമ്മ ഹോഗനെയും സംഘത്തെയും അറിയിച്ചു. ജോൺ ബെറ്റിയോട് സൂചിപ്പിച്ചിരുന്ന അവൻ്റെ രണ്ടാമത്തെ കാമുകി എമ്മയായിരുന്നു. ഈ ഒരു സമയത്താണ് താമരയും ഡെന്നിയും അങ്ങോട്ടേക്ക് തിരിച്ചെത്തി ബെറ്റിയും ഏതനും കൊല്ലപ്പെട്ട വിവരം സംഘത്തെ അറിയിക്കുന്നത്. തൻ്റെ അനിയൻ്റെ മൃതശരീരം കണ്ട് ഹോഗ് വിങ്ങിപ്പൊട്ടി. പിന്നീട് അവർ ആ ശരീരം തങ്ങളുടെ താവളത്തിനകത്തേക്ക് മാറ്റി. എന്നാൽ ഏതൻ്റെ ശരീരത്തിനകത്ത് ജോൺ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ബെറ്റിയെ ജോണിന് ഒരുപാട് ഇഷ്ടമാണെന്നും അവനൊരിക്കലും അവളെ കൊലപ്പെടുത്തില്ലെന്നും എമ്മ ഹോഗിനെ അറിയിച്ചു. എത്രയും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതാണ് നല്ലതെന്നും അല്ലെങ്കിൽ അവൻ നമ്മളെ ഏവരെയും വകവരുത്തുമെന്നും എമ്മ ഹോഗിന് മുന്നറിയിപ്പ് നൽകി. ഭീതിയോടെ എമ്മ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും ഹോഗും സംഘവും അവൾക്ക് നേരെ തോക്കു ചൂണ്ടി അവളെ തിരികെ കൊടുത്ത് $2 മില്യൺ സ്വന്തമാക്കണമെന്ന് ഹോഗും സംഘവും തീരുമാനിച്ചിരുന്നു. ഈ ഒരു സമയത്ത് പുറത്തേക്ക് നോക്കിയിരുന്ന എമ്മ കലിതുള്ളി നിന്നിരുന്ന ജോണിനെ കണ്ടിരുന്നു. പിന്നീട് ജോൺ പുറത്ത് കിടന്നിരുന്ന തൻ്റെ വാഹനത്തിൻ്റെ രഹസ്യ അറയിൽ നിന്നും ആയുധങ്ങൾ കൈക്കലാക്കി. ശേഷം ജോൺ ഹോഗിനെയും സംഘത്തെയും ആക്രമിക്കാൻ ആരംഭിച്ചു. അമ്പെയ്ത് വീഴ്ത്തിക്കൊണ്ട് ജോൺ ഹോഗിനെ പിടികൂടി. ജോണിനെ ആക്രമിക്കാനുള്ള ശ്രമത്തിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡെന്നിക്കും മാരകമായി പരിക്കേറ്റു. അതോടെ ഡെന്നിയെയും താങ്ങിയെടുത്ത് ഫിന്നും സംഘവും തങ്ങളുടെ താവളത്തിനകത്തേക്ക് പിൻവാങ്ങി. അല്പസമയത്തിനകം തന്നെ പുറത്തു കിടന്നിരുന്ന സംഘത്തിൻ്റെ വാഹനവും ജോൺ തകർത്തു കളഞ്ഞു. ഉടൻ തന്നെ ഹോഗിനെയും ജോൺ കൊലപ്പെടുത്തുമെന്ന് എമ്മ ഫിന്നിനോട് പറഞ്ഞു. ഒരു സമയത്ത് ഒരു കട്ടിംഗ് മെഷീനുള്ളിലേക്കിട്ട് ഹോഗിനെ ജോൺ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഹോഗിൻ്റെ ചെവി മുറിച്ചെടുത്തുകൊണ്ട് ജോൺ കട്ടിംഗ് മെഷീനിനുള്ളിലേക്കിട്ട് ഹോഗിൻ്റെ ശരീരം ഛിന്നഭിന്നമാക്കി അവനെ മൃഗീയമായി കൊലപ്പെടുത്തി. ഈ ഒരു സമയത്ത് തൻ്റെ രണ്ടാനമ്മയെ വെറുത്തിരുന്ന ആംബർ അവരുമായി വഴക്കിട്ടിരുന്നു. അപ്പോഴാണ് ഇവരും വാതിലിന് പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ഭീതിയോടെ അങ്ങോട്ടേക്ക് ചെന്നവർക്ക് കാണാനായി സാധിച്ചത് പുറത്ത് തൂങ്ങിയാടിയിരുന്ന ഒരു ചാക്കായിരുന്നു. ആ ചാക്കിന് പുറത്തായി ഹോഗിൻ്റെ മോതിരവും ഉണ്ടായിരുന്നു. ആ ചാക്ക് അവർ തുറക്കാനായി ശ്രമിച്ചതോടെ അതിൽ ജോൺ നിറച്ചിരുന്ന ഹോഗിൻ്റെ മാംസ കഷ്ണങ്ങൾ ചിന്നിച്ചിതറി. ഈ ഒരു ഭീകരമായ കാഴ്ച അവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. ഈ ഒരു നേരത്ത് തനിക്കിനി അധികം സമയമില്ലെന്നും എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നും മൃതപ്രാണനായി കിടന്നിരുന്ന ഡെന്നി ഏവരോടും പറയുകയാണ്. അങ്ങനെ ഡെന്നി തങ്ങളുടെ വാഹനമെടുക്കാനായി കാമുകിയായ ആംബറിനെയും കൂട്ടി ഗാരേജിലേക്ക് ചെല്ലുകയാണ്. നിർഭാഗ്യവശാൽ വാഹനം സ്റ്റാർട്ടായില്ല. അതിന് എന്തോ മിസ്സിംഗ് ഉണ്ടായിരുന്നു. അതോടെ ഈ വാഹനം സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കണമെന്നും ഞാൻ തകരാർ പരിഹരിക്കാൻ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഡെന്നി വാഹനത്തിന് പുറത്തേക്കിറങ്ങി. അതിനായി ഡെന്നി ബോണറ്റ് പൊക്കിയതോടെ ആംബറിനെ അവനുമായുള്ള കാഴ്ച മറഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഡെന്നി തകരാർ പരിഹരിക്കുകയും ആംബറിനെ വാഹനം സ്റ്റാർട്ടാക്കാനായി സാധിക്കുകയും ചെയ്തു. എന്നാൽ പൊടുന്നനെ അങ്ങോട്ടേക്ക് ചാടി വീണ ജോൺ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് തള്ളിപ്പിടിച്ചുകൊണ്ട് ഡെന്നിയുടെ മുഖം വികൃതമാക്കി.
ഈ ഒരു കാഴ്ച കണ്ട് ഭയന്നുറച്ച ആംബർ തൊട്ടടുത്തുണ്ടായിരുന്ന കാട്ടിലേക്ക് ഓടി. അതോടെ ജോണും ആംബറിനെയും പിന്തുടരാൻ ആരംഭിച്ചു. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ഫിൻ അവൻ തിരിച്ചു വരുന്നതിനു മുമ്പ് നമുക്കവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. എന്നാൽ ഇതേ സമയം ജോൺ ആംബറിനെ ആക്രമിച്ച് വീഴ്ത്തിയിരുന്നു. അതേസമയം ഫിന്നും കൂട്ടരും ഡെന്നി ശരിയാക്കിയിരുന്ന വാഹനത്തിനരികിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ക്രൂരനായിരുന്ന ഫിൻ മൃതപ്രാണനായി കിടന്നിരുന്ന ഡെന്നിയെ കഴുത്തുഞ്ഞിരിച്ച് കൊല്ലാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട താമര അത് തടഞ്ഞു. അതോടെ ഫിൻ ഡെന്നിയെ താങ്ങിയെടുത്ത് വാഹനത്തിലേക്കും മാറ്റി. പിന്നീട് ഹെഡ്ലൈറ്റ് ഓഫാക്കിക്കൊണ്ട് സംഘം ആ വാഹനത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. പക്ഷേ ഇക്കാര്യം താൻ സ്ഥാപിച്ചിരുന്ന GPS ട്രാക്കർ വഴി ജോൺ മനസ്സിലാക്കി. അതോടെ അവൻ മൃതപ്രാണയായി കിടന്നിരുന്ന ആംബറിനെ ഉപേക്ഷിച്ച് അവർക്ക് പുറകെ പോവുകയാണ്. അവൻ പോയതോടെ ആംബർ സഹായത്തിനായി തൊട്ടടുത്തായി ഉണ്ടായിരുന്ന റോഡിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഈ ഒരു സമയത്താണ് അതുവഴി പോയിരുന്ന ഫിൻ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാക്കുന്നതും സഹായത്തിനായി റോഡിലേക്ക് ഇഴഞ്ഞു നീങ്ങിയിരുന്ന ആംബറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നതും. എന്നാൽ തങ്ങളുടെ വാഹനം ഇടിച്ചത് ആംബറിനെയാണെന്ന് അവ്യക്തമായ കാഴ്ചയിൽ അവർക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചിരുന്നില്ല. പിന്നീട് സംഘം ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയും മൃതപ്രാണനായി കിടന്നിരുന്ന ഡെന്നിയെ അവിടെ കിടത്തിക്കൊണ്ട് കടന്നു പോവുകയും ചെയ്തു. ഇതേ സമയത്താവട്ടെ ജോൺ തൻ്റെ GPS ട്രാക്കർ ഉപയോഗിച്ച് അതുവഴി പോയിരുന്ന യുവാക്കളുടെ കാറിൽ ഫിന്നിനെയും സംഘത്തെയും പിന്തുടരുന്നുണ്ടായിരുന്നു. അതേ നേരമാവട്ടെ ഫിൻ വിശ്രമിക്കാനായി പോകുന്ന വഴിയിൽ കണ്ട ഒരു മോട്ടലിലേക്ക് കയറി. ജോൺ ബെറ്റിയെയും കൂട്ടി താമസിച്ചിരുന്ന ആ ഒരു മോട്ടലായിരുന്നു അത്. ഇക്കാര്യം അറിയാതെ പണം നൽകാനായി ഫിൻ ഉപയോഗിച്ചിരുന്നത് ജോണിൻ്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയിരുന്ന ക്രെഡിറ്റ് കാർഡായിരുന്നു. ഫിൻ റൂമിലേക്ക് പോയതോടെ സംശയം തോന്നി മോട്ടലിലെ മാനേജർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചു. റൂമിലേക്ക് എത്തിയ താമര കുളിച്ച് ഫ്രഷാവുകയാണ്. ഈ ഒരു സമയത്ത് ഫിൻ തനിക്ക് വഴങ്ങിത്തരണമെന്നും പറഞ്ഞുകൊണ്ട് എമ്മയെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അവളുമായി ബന്ധപ്പെട്ടതിനു ശേഷം അവളെ അവളുടെ പിതാവിൻ്റെ പക്കലേൽപ്പിച്ച് പണവുമായി രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു ഫിന്നിൻ്റെ പദ്ധതി. ഇത് മനസ്സിലാക്കി തനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് എമ്മ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. ഇക്കാര്യം മനസ്സിലാക്കി ഫിന്നിനോട് വെറുപ്പുണ്ടായിരുന്ന താമര അവിടെ ഒരു തോക്കിരിപ്പുണ്ടെന്നും അത് കൈവശം വെച്ചോളാനും എമ്മയോട് പറഞ്ഞു. എമ്മ ആ തോക്ക് കയ്യിൽ കരുതി. അപ്പോഴേക്കും ഫിൻ അങ്ങോട്ടേക്കെത്തി അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് ഹോട്ടൽ മാനേജർ വിളിച്ചിരുന്ന പോലീസ് അവരുടെ വാതിൽക്കലിൽ മുട്ടുന്നത്. അതോടെ ഫിൻ വാതിൽ തുറന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ ആ പോലീസുകാരനോട് സംസാരിക്കുകയാണ്. അതേസമയം ബാത്റൂമിലെ ജനൽ വഴി അവരുടെ റൂമിലേക്ക് എത്തിയിരുന്ന ജോൺ താമരയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഈ ഒരു സമയത്താവട്ടെ ഫിൻ വിവരങ്ങൾ അന്വേഷിക്കാൻ എത്തിയിരുന്ന പോലീസുകാരനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. തിരികെ താമരയുടെ പക്കലേക്ക് എത്തിയപ്പോഴാണ് മൃതപ്രാണയായി കിടന്നിരുന്നവളെ ഫിൻ കാണാനിടയാവുന്നത്. ഈ കാഴ്ച കണ്ട ഫിൻ നിർദാക്ഷിണ്യം അവളെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ ഒരു തക്കത്തിനമ്മ ഫിന്നിൻ്റെ പക്കൽ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. എന്നാൽ പൊടുന്നനെ ഫിൻ അവൾക്കു നേരെ തോക്കു ചൂണ്ടി. ഈ ഒരു സമയത്താണ് പോലീസ് വാഹനം തട്ടിയെടുത്തിരുന്ന ജോൺ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി ഫിന്നിനെ ഇടിച്ചു വീഴ്ത്തുന്നത്. ഇത് കണ്ട് ഭീതിയോടെ അമ്മ ജോണിനെ നേരിടാനായി ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ അവളുടെ തോക്കിലെ ഉണ്ടകൾ തീർന്നുപോയി. ഭയന്നുറച്ചമ്മ ഭീതിയോടെ അവിടെ ഉണ്ടായിരുന്ന ഗാരേജിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറി. എന്നാൽ അല്പസമയത്തിനകം തന്നെ ജോൺ അമ്മയെ കണ്ടെത്തി. അങ്ങനെ അവരിരുവരും തമ്മിൽ ഒരു സംഘട്ടനം അരങ്ങേറുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് തോക്കുമായി അങ്ങോട്ടേക്ക് എത്തിയ ഫിൻ ജോണിന് നേരെ നിറയൊഴിക്കുന്നത്. എന്നാൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നതിനാൽ ജോണിന് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. ശേഷം ഇരുവരും തമ്മിൽ ഒരു മൽപ്പിടുത്തം ഉടലെടുക്കുകയാണ്. ഒടുവിൽ ഫിൻ തോക്ക് കൈവശമാക്കുകയും ജോണിനെ കൊല്ലാനൊരുങ്ങുകയും ചെയ്തു. എന്നാൽ പൊടുന്നനെ അമ്മ ഫിന്നിനെ പുറകിൽ നിന്നും തലക്കടിച്ച് വീഴ്ത്തിക്കൊണ്ട് ആ തോക്ക് കൈവശപ്പെടുത്തുകയാണ്. നിന്നെ എനിക്ക് തന്നെ കൊല്ലണമെന്നും പറഞ്ഞ് എമ്മ ജോണിന് നേരെ തോക്ക് ചൂണ്ടിയെങ്കിലും അത് ലോഡ് ചെയ്യാൻ അറിയാത്തതിനാൽ അവൾക്ക് വെടിവെക്കാനായി സാധിച്ചിരുന്നില്ല.
തൻ്റെ ജീവൻ രക്ഷിച്ച എമ്മയോട് ജോണിന് സഹതാപം തോന്നി. അങ്ങനെ അവൻ അവളുടെ വയറ്റിൽ സ്ഥാപിച്ചിരുന്ന GPS ട്രാക്കർ പുറത്തെടുത്തുകൊണ്ട് ഇനി നീ സ്വതന്ത്രയാണെന്ന് അവളോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് വയറ്റിൽ കുത്തേറ്റത് മൂലം എമ്മയുടെ ബോധം പോയിരുന്നു. ശേഷം ജോൺ തോക്കെടുത്ത് അവിടെ കിടന്നിരുന്ന ഫിന്നിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് ആ മോട്ടലിൻ്റെ മാനേജർ അവിടേക്ക് എത്തുന്നത്. ഇതിനെല്ലാം സാക്ഷിയായ അയാളെയും ജോൺ വെടിവെച്ച് കൊന്നു. പിറ്റേന്ന് ജോൺ ഡോക്ടറുടെ വേഷത്തിൽ ആശുപത്രിയിലേക്ക് ചെന്ന് അവിടെ മൃതപ്രാണനായി കിടന്നിരുന്ന ഡെന്നിയെയും കൊലപ്പെടുത്തി. തിരികെ വരുന്ന സമയത്ത് അവൻ പോലീസ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്ന എമ്മയെ കണ്ടിരുന്നു. അവളുടെ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് അവളെ ഉപദ്രവിക്കാതെ ജോൺ കടന്നുപോയി. ഈ ഒരു കാഴ്ച എമ്മയും കണ്ടിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ഫിന്നിൻ്റെ കൊള്ളസംഘമാണെന്നാണ് ആ സമയത്ത് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതെല്ലാം കേട്ട് നിസ്സംഗഭാവത്തോടെ നടന്നു നീങ്ങുന്ന ജോണിൻ്റെ രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.